കുഞ്ഞിന്റെ അച്ഛൻ അനീഷും അമ്മ സുറുമിയും തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. അവർക്ക് ആ രണ്ട് മാതാപിതാക്കൾക്കും അവർക്കുണ്ടായിട്ടുള്ള വിഷമം എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. ആദ്യം അനീഷിലേക്ക് വന്നാൽ, അനീഷ്, ഈ വിഷയത്തിൽ ഇപ്പോൾ റേഡിയോളജിസ്റ്റ് ഉണ്ടായിരുന്നു, അല്ലാതെ സ്കാനിങ് അവിടെ നടക്കാറേ ഇല്ല എന്നാണ് ശങ്കേഴ്സ് ലാബിന്റെ CEO തന്നെ പറയുന്നത്. നിലവിൽ നമുക്ക് വണ്ടാനം ആശുപത്രിയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് പ്രകാരമാണെന്നോട് പറയുന്നത്, വണ്ടാനം ഹോസ്പിറ്റലിൽ ചെന്ന് 10 മിനിറ്റ് 20 മിനിറ്റിൽ ഈ സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ട് അവർ റേഡിയോളജിസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു. ഈ സ്കാനിങ് സെന്ററിൽ ചെയ്തതും ഈ WNC ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇവർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. വനിതാ ശിശുഭവൻ ആശുപത്രിയിലെ ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലും നമ്മുടെ ശങ്കേഴ്സ് ലാബും ചെയ്തിരിക്കുന്ന അപാകതയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് ഓരോ സ്കാനിങ്ങും ഏത് മാസത്താണ്? അതായത് 3 മാസം തികയുമ്പോൾ 12 ആഴ്ചകൾ ഗർഭകാലം പൂർത്തിയാകുമ്പോൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്കാൻ അതെവിടെയാണ് ചെയ്തത്? മിഡാസ് എന്ന് പറഞ്ഞ സ്കാനിങ് സെന്ററിൽ 3 സ്കാൻ ചെയ്തിട്ടുണ്ട്. അതായത് 12ഉം ചെയ്തു, 20ഉം ചെയ്തു. ക്ലാരിറ്റി, അതായത് നമ്മള് ക്ലാരിറ്റി കൂടുതൽ കിട്ടും എന്നുള്ള ഒരു സജഷൻ വെച്ചിട്ടാണ് നമ്മൾ ശങ്കേഴ്സി ചെയ്തിരിക്കുന്നത്. അത് എത്ര മാസമായപ്പോഴാണ്? ശങ്കേഴ്സ് ലാബില് ഇപ്പം അതിനകത്ത് കാണിച്ചിരിക്കുന്നത്, ഇതിൽ വീക്കാണ് കാണിച്ചിരിക്കുന്നത്, മാസമല്ല കാണിച്ചിരിക്കുന്നത്. 32 ആഴ്ചയാണോ? ഓരോ സ്കാനിങ് പറഞ്ഞിരിക്കുന്ന 32 ആഴ്ച, 34 ആഴ്ച. ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്കാനിങ് കാണിച്ചിരിക്കുന്നത് 8 ആഴ്ച. 8 ആഴ്ച. 8 ആഴ്ച എന്ന് പറയുമ്പോൾ 2 മാസം. 8 ആഴ്ചയും 2 ദിവസം ഉള്ളപ്പോഴത്തേക്കാണ് 8 ആഴ്ചയും 2 ദിവസം ഉള്ളപ്പോഴത്തേക്കാണ് ആദ്യത്തെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ മിഡാസിന്റെ റിപ്പോർട്ട് ഗൈനക്കോളജിസ്റ്റ് ആയ ഷേർലി മേഡത്തെ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്കാൻ കണ്ടതിന് ശേഷം ഡോക്ടർ എന്താണ് പറഞ്ഞത്? മേഡത്തെ കാണിക്കുന്നത് അതായത് ഈ ഭ്രൂണാവസ്ഥയിലാണ് ആദ്യത്തെ 3 മാസക്കാലത്തിനിടയിൽ നിലവിൽ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അതായത് ഭ്രൂണാവസ്ഥയിലാണ് നിലവിൽ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അതായത് ആദ്യ 3 മാസത്തിൽ റെസ്റ്റ് എടുക്കാൻ പറയുന്നത് അമ്മയുടെ ആരോഗ്യം, അത് അല്ലെങ്കിൽ ഈ ഗർഭപാത്രത്തിന് കുറച്ചുകൂടി സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനൊക്കെയായി വിശ്രമിക്കണം എന്ന് അപ്പോൾ തന്നെ ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു, അല്ലേ? അതെ, 3ാമത്തെ മാസം തൊട്ട് 9ാമത്തെ മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത് വരെ റെസ്റ്റ് തന്നെയാണ്. ബെഡ് റെസ്റ്റ് ആയിരുന്നോ? ബെഡ് റെസ്റ്റ് ആയിരുന്നു. ബെഡ് റെസ്റ്റ് ആയിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ, അത് ഈ 8 ആഴ്ചകൾക്ക് ശേഷമുള്ള അടുത്ത 20 ആഴ്ചകളിലെ സ്കാനിങ്ങിൽ എന്തായിരുന്നു റിപ്പോർട്ട്? അതെവിടെയാണ് ചെയ്തത്? ശങ്കേഴ്സിലാണ് ചെയ്തത്. 20ാമത്തെ ആഴ്ചയിലെ സ്കാനിങ്ങും ശങ്കേഴ്സിലായിരുന്നോ? ശങ്കേഴ്സ് ലാബിൽ നിന്നുള്ള ശങ്കേഴ്സിൽ ചെയ്ത റിപ്പോർട്ടിൽ പ്രകാരം ഇതിനകത്ത് അവരൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇങ്ങനൊരു വീഴ്ച ഉണ്ടാകത്തില്ലായിരുന്നു. ഫ്ലൂയിഡ് കൂടുതലാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ലേ? അങ്ങനെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഫ്ലൂയിഡ് കൂടുതലാണെന്നുള്ള രേഖപ്പെടുത്തൽ ആണെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ അറിയാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇവർ സ്കാൻ ചെയ്തു? ആന്തരിക അവയവങ്ങൾ സ്കാൻ ചെയ്ത് കണ്ട് തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെക്കാട്ടി കൂടിയ സ്കാൻ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു എന്ന് ശങ്കേഴ്സിലെ ഓണറായ ഡോക്ടർ പറയുകയും ചെയ്തു. എന്തുകൊണ്ട് WNCയിലെ ഡോക്ടർ അങ്ങനെ ചെയ്തില്ല? അതൊരു വീഴ്ചയല്ലേ? തീർച്ചയായും അതൊരു വലിയ വീഴ്ചയാണ്. ഡോക്ടർ ഈ പറഞ്ഞ 2D 4D എന്ന് പറഞ്ഞ 2D 4D എന്ന് പറഞ്ഞ സ്കാനിങ് പല കാറ്റഗറി ഉണ്ട്. ഈ കാറ്റഗറിയിൽ ഡോക്ടറിന് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ അതിനടുത്ത സ്കാൻ ചെയ്യാനായിട്ട് നിർദ്ദേശിക്കണം. ആ ഒരു അപാകത ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത്. ഇന്ന് ശങ്കേഴ്സിലെ ഡോക്ടർ പറയുകയുണ്ടായി ഇതിനെക്കാട്ടി 4D ഡിജിറ്റൽ സ്കാനിങ് ഉണ്ടായിരുന്നു. എന്നാൽ ഫ്ലൂയിഡ് കൂടുതലായതുകൊണ്ട് എന്തുകൊണ്ട് അത് എടുപ്പിച്ചില്ല WNCയിലെ ഷേർലി ഡോക്ടർ? അതൊരു വീഴ്ച തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു ചോദിച്ചത്. ഫ്ലൂയിഡ് കൂടുതലാണ് എന്നുള്ള ഈ സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ട് അന്ന് ഡോക്ടർ എന്താണ് പറഞ്ഞത്? അനീഷ് കൂടെ പോയിരുന്നു അന്ന്? ഞാൻ ഷേർലി മാഡം ഹസ്ബൻഡ് ഇല്ലാതെയോ ബൈസ്റ്റാൻഡർ ഇല്ലാതെയോ രോഗികളെ നോക്കാറില്ല. അന്ന് എന്താണ് അനീഷിനോട് പറഞ്ഞത്, ഓർക്കുന്നുണ്ടോ? അന്ന് അതായത് ഈ 32 ആഴ്ച പൂർത്തിയാകുമ്പോഴും ഫ്ലൂയിഡ് കൂടി നിൽക്കുകയാണ്, ബെഡ് റെസ്റ്റിലുള്ള ആളാണ്. ഓരോ ദിവസവും നമ്മള് നിലവിൽ ഈ ഒരു കുഞ്ഞിന്റെ ഗർഭാവസ്ഥ തുടങ്ങിയിട്ട് റെസ്റ്റ് പറഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ ഫുൾ കെയറിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്കാനിങ്ങിനും ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി അല്ലാതെ ഞങ്ങൾ വീടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാറില്ല. ഈ സുറുമിയുടെ ആദ്യത്തെ കുഞ്ഞാണോ അനീഷ്? ഡോക്ടർ പറഞ്ഞു നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല, നിലവിൽ ഒരു പ്രശ്നമില്ല. അല്ല, 3ാമത്തെ കുഞ്ഞാണ്. നിലവിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. എങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ.
അങ്ങനെയാണ് പറഞ്ഞതല്ലേ? അപ്പൊ പിന്നെ നമ്മൾ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മൾ റെസ്റ്റ് എടുത്തു, അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് റെസ്റ്റ് എടുത്ത് അനീഷ്, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അനീഷ്, ഞാനും ഈ സ്കാനിങ്ങിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. എനിക്കും 2 കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു ചോദിച്ചത്. 32ാമത്തെ ആഴ്ചയായിട്ടും ഈ സ്കാനിംഗ് റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർക്കൊന്നും തോന്നിയില്ലേ, ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേ എന്ന് എടുത്തു ചോദിച്ചത് അതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ റിപ്പോർട്ടിൽ കണ്ടേനെ. അപ്പോൾ കൃത്യമായ ഒരു പരിശോധന ആ ആശുപത്രിയിൽ നടന്നിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ അനീഷ്? റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്ന ആള് സ്കാൻ ചെയ്തിരുന്നെങ്കിൽ ഇതിന് ഒരു പരിഹാരം കണ്ടേനെ. സ്കാനിങ് സെന്ററിൽ ഡോക്ടർ തന്നെയാണോ സ്കാൻ ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് ഒരു അന്വേഷണം വരുത്തണം. റേഡിയോളജിസ്റ്റ് അല്ലാതെ അവിടെ ആരും സ്കാൻ ചെയ്യാറില്ല. സുറുമിക്ക്, അനീഷ്, സുറുമിക്ക് പറയാൻ കഴിയുമല്ലോ അവിടെ സ്കാൻ ചെയ്യാനായിട്ട് ആരാണ് ഉണ്ടായിരുന്നതെന്ന്. എല്ലാ തവണയും ഒരേ ആളാണോ അതോ വ്യത്യസ്തരായ ആളുകളാണോ? എല്ലാ തവണയും പല ആളുകളായിട്ടായിരിക്കും ചെയ്യുന്നത്. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. സുറുമി വന്നിട്ടുണ്ട്, സുറുമിക്ക് കൊടുക്കുക. സുറുമി, ഈ സ്കാനിംഗ് സെന്ററിൽ ശങ്കേഴ്സിൽ ചെന്നപ്പോൾ അവിടെ റേഡിയോളജിസ്റ്റ് ഇല്ലായിരുന്നു എന്നാണ് അനീഷ് പറഞ്ഞത്. എന്നാൽ ശങ്കേഴ്സിന്റെ CEO പറയുന്നു റേഡിയോളജിസ്റ്റ് അല്ലാതെ ആരും അവിടെ സ്കാൻ ചെയ്യാറില്ല എന്ന്. സുറുമി അകത്ത് കയറിയപ്പോൾ കൂടെ അനീഷിനെ കയറ്റിയിരുന്നോ സ്കാനിങ്ങിന്? അപ്പോൾ ആരാണ് സ്കാൻ ചെയ്തത്? റേഡിയോളജിസ്റ്റായ ആളുകൾ 2-3 പേരുണ്ടാകും സാധാരണഗതിയിൽ. അവർ മാറി മാറി വരുന്ന ഒരു പതിവായിരിക്കാം ഒരു പക്ഷേ, എനിക്കറിയില്ല. അങ്ങനെ ഒരേ ആളുകൾ തന്നെ ആയിരുന്നോ ഉണ്ടായിരുന്നത്, അതോ ജീവനക്കാരായിരുന്നോ? അതെ, ഇല്ല, ഒരു ഡോക്ടർ തന്നെയായിരുന്നു. റേഡിയോളജിസ്റ്റ് അല്ലേ എപ്പോഴും കാണുന്നത്? അതായത് ശങ്കേഴ്സ് ലാബിനുള്ളിൽ ഈ സ്കാനിങ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ അപാകത ഉണ്ടല്ലോ മാഡം. അതാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്.